അസാദ് ഭരണത്തിന്റെ പതനത്തിനു ശേഷം സിറിയയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അസാദ് സർക്കാരിന്റെ തകർച്ച രാജ്യത്ത് കൂടുതൽ കടുത്ത ഇസ്ലാമിക ശക്തികൾക്ക് വഴിയൊരുക്കുമെന്നാണ് പാശ്ചാത്യ അറബ് രാജ്യങ്ങൾ ആശങ്കയെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിൽ ശക്തമായ ഒരു ഭരണക്രമം ഇല്ലാത്തത് അസ്ഥിരതയ്ക്കും തീവ്രവാദത്തിനും കാരണമാകുമെന്ന് അമേരിക്ക, ഇസ്രായേൽ, അറബ് ശക്തികൾ എന്നിവർ ഭയപ്പെടുന്നുവെന്ന് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പിന് സിറിയയെ എങ്ങനെ ഭരിക്കാമെന്നും ഒന്നിലധികം വിഭാഗങ്ങളും വംശീയ ഗ്രൂപ്പുകളും അടങ്ങുന്ന സങ്കീർണമായ ജനസംഖ്യയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നിലവിൽ വ്യക്തമായ പദ്ധതിയൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ സിറിയയെ വീണ്ടും തങ്ങളുടെ കേന്ദ്രമാക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒരുപോലെ സിറിയയെ പുതിയ മാറ്റത്തോടെ ആശങ്കയിൽ നോക്കുന്നത്. എന്നിരുന്നാലും സിറിയയിലെ അസാദിന്റെ പതനം ജൂതരാഷ്ട്രത്തിന് പ്രയോജനകരമാണെന്ന് ഇസ്രായേൽ വിദഗ്ധർ വിശ്വസിക്കുന്നു. വിമതർ ഇറാനുമായുള്ള കൂടുതൽ ബന്ധം സ്ഥാപിക്കുമോ എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇപ്പോഴുള്ള ആശങ്കയുടെ പിന്നിൽ. ഇതിന് തടയിടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തുന്നതെന്ന വിലയിരുത്തലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അസാദിന്റെ പതനത്തെ അംഗീകരിച്ചുവെങ്കിലും പെട്ടെന്നുള്ള അധികാരമാറ്റം സിറിയയ്ക്ക് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരിക്കും ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സിറിയയിലെ ISIS ആസ്ഥാനങ്ങൾക്കെതിരെ അമേരിക്കൻ സേന നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിനിടെ അസാദ് ഭരണത്തിന്റെ പതനം അമേരിക്കയും ഇസ്രായേലും ആസൂത്രണം ചെയ്തതിന്റെ ഫലമായെന്നാണ് ആരോപിച്ച് ഇറാൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. 2011 സിറിയയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ സൈനിക പിന്തുണയോടെ അസാദിന്റെ ഭരണം ഉയർത്തിപ്പിടിക്കാൻ ഇറാൻ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷിയായ സിറിയയെ അധികാരത്തിൽ നിലനിർത്തുന്നതിനും എക്സൈസ് ഓഫ് റെസിസ്റ്റൻസ് നിലനിർത്തുന്നതിനുമായി ഇറാൻ തങ്ങളുടെ വിപ്ലവ ഗാർഡുകളെ സിറിയയിൽ വിന്യസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ സൈന്യം സിറിയയിലല്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ആർമി ചീഫ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയതോടെ സിറിയയിൽ ഇറാന് വലിയ നേട്ടമില്ലെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അമേരിക്കയും ബ്രിട്ടനും തീവ്രവാദികളെ വിലക്കിയ XTS എന്ന വിമത സംഘമാണ് ഇനി സിറിയയെ നയിക്കുക എന്ന തിരിച്ചറിവാണ് പാശ്ചാത്യ ശക്തികളെ ഇപ്പോൾ അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തിൽ അസാദ് ഭരണകൂടത്തെ വീഴ്ത്തിയ ജൊലാനിയെയും സംഘത്തെയും അമേരിക്ക പാടിപ്പുകഴ്ത്തിയെങ്കിലും അവർ അധികാരം പിടിച്ചെടുക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ അതവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം. 700 ടൺ വരുന്ന സിറിയയിലെ രാസായുധ ശേഖരം തീവ്രവാദികൾ പിടിച്ചെടുക്കുമെന്ന ആവലാതിയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. അതേസമയം സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആംബുലൻസ് ഉൾപ്പെടെയുള്ള മറ്റ് സേവനങ്ങൾക്ക് ബ്രിട്ടൻ മൊത്തം 2 മില്യൺ സംഭാവന നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ദുരന്തങ്ങൾ തടയുന്നതിനും സാധാരണക്കാരുടെ ജീവിതവും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാനും എല്ലാ കക്ഷികളോടും ബ്രിട്ടൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം വിമതരുടെ സർക്കാർ ഉണ്ടാക്കുന്നതിൽ പിന്തിരിപ്പിക്കുന്നതിനായി ഇറാൻ തങ്ങളുടെ പോഷക സംഘടനയിലെ ആളുകളെ സിറിയയിലേക്ക് കൊണ്ടുവരുമെന്ന ചിന്തയും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മധ്യേഷ്യയിലെ പ്രധാന ശക്തിയായ ഇറാനെ സിറിയയിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അസാദിന് ശേഷമുള്ള സിറിയൻ UN പ്രമേയം 2254 ഇപ്പോഴും പ്രസക്തമാണോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. ആദ്യത്തെ ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യം കുറിച്ച് 1 ദശാബ്ദം മുമ്പ് എഴുതിയ UN സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ തിരിയുന്നത്. ഇന്ന് സിറിയ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് 2015 ഈ പ്രമേയം എത്രത്തോളം ഫലപ്രദമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചോദ്യം ഉന്നയിക്കുകയാണ്. വെടിനിർത്തൽ, UN മേൽനോട്ടത്തിൽ സ്വതന്ത്ര തിരഞ്ഞെടുപ്പുകൾ, സിറിയൻ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പരിവർത്തനം എന്നിവയാണ് പ്രധാനമായും പ്രമേയത്തിൽ അടങ്ങിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും മാനുഷിക സഹായം എത്തിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഭരണഘടനാ പരിഷ്കരണവും അവിശ്വസനീയമായ ഭരണം സ്ഥാപിക്കലും നിർബന്ധിതമാക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ കക്ഷികളെ പ്രേരിപ്പിക്കുമ്പോൾ സിറിയയുടെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും ഇത് ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സിറിയയിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്ന അമേരിക്കയും ഇസ്രായേലും UN പ്രമേയം സിറിയയിൽ കൊണ്ടുവരുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം UN പ്രമേയം വീണ്ടും കൊണ്ടുവന്നാൽ ഇരു കൂട്ടർക്കും സിറിയയിൽ ആക്രമണം നടത്തുന്നതിനോ ആധിപത്യം സ്ഥാപിക്കുന്നതിനോ സാധിക്കില്ല. എന്നാൽ UN പ്രമേയം രാജ്യത്ത് കൊണ്ടുവരണമോ എന്നതിനെക്കുറിച്ച് ജൊലാനിയും സംഘവും പ്രതികരിച്ചിട്ടില്ല. ഇനിയുള്ള നാളുകൾ സിറിയക്കാർക്ക് പ്രത്യാശയ്ക്ക് വഴിയുണ്ടോ അതോ പാശ്ചാത്യ ശക്തികളുടെ ആക്രമണത്തെ ഭയന്നു കഴിയണമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.